ഏലിയാസ് ജോൺ ഇതിനു വേണ്ടി വർഷങ്ങളായിട്ട് ഇതിനെ അനുകൂലിച്ച് തന്നെ പ്രവർത്തിക്കുന്നയാളാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ ഏലിയാസ് ജോൺ, ഇതിൽ ഈ രണ്ട് കൂട്ടരും LDFും UDFും ഇതിൽ അവകാശവാദം ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുൻ പദ്ധതികളിലും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ മെട്രോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പക്ഷെ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇത് ഇന്നയാളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്ക് സ്വന്തമാണ് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇത്രയും വർഷങ്ങൾ ഈ പദ്ധതി നീണ്ടപ്പോൾ അതിൻ്റെ ഓരോ ചർച്ചാഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അധികാരത്തിലിരുന്നത്, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അപ്പോൾ രണ്ടു പേരുടെയും കൈകൾ ഇതിനുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടു പേരും അവകാശപ്പെടുമ്പോൾ രണ്ടു പേർക്കും ക്രെഡിറ്റ് ഇരിക്കട്ടെ അങ്ങ് വിചാരിച്ചാൽ പോരെ? ഞാൻ കേരളത്തിൻ്റെ കുഞ്ഞാണ്, ഇന്ത്യയുടെ കുഞ്ഞാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വിസിബിളായിട്ട് തോന്നുന്നത് 2015 ശ്രീ ഉമ്മൻചാണ്ടി കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പിണറായി സർക്കാർ അത് പൂർത്തിയാക്കുന്നു. ഒബ്വിയസ് അല്ലേ, എല്ലാവർക്കും അറിയാം, രണ്ട് ഗവൺമെൻറ്റിനും ഇതിന് പങ്കുണ്ട്. പക്ഷേ ഇതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കും പങ്കുണ്ട്. നമുക്ക് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനെ വിസ്മരിക്കാൻ പറ്റുമോ? AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയ ടെൻഡർ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? നയനാരുടെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ശ്രീ K കരുണാകരൻ്റെ കാലത്ത് MVRൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് ആണെന്ന് പൂർണ്ണമായും അങ്ങ് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ കൃത്യമായും ഈ അവസാനത്തെ രണ്ട് ഗവൺമെൻറ്റുകൾക്ക് വലിയ റോളുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് തുടങ്ങി, മറ്റൊരു ഗവൺമെൻറ് പൂർത്തിയാക്കി. ആ അർത്ഥത്തിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ലളിതമായി പറയാം. ശരിയാണ്, കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ ഏലിയാസ് ജോൺ താങ്കൾ നടത്തിയത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരും തർക്കിക്കുമെന്ന കാര്യം സംശയമില്ല. ശ്രീ